തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. ഓഗസ്റ്റ് 6 ചൊവ്വാഴ്ച ആരംഭിച്ച് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾ ഓഗസ്റ്റ് 13 ചൊവ്വാഴ്ച അവസാനിക്കും. ശ്രീ മഹാഭാഗവതം 7 ദിവസങ്ങൾ കൊണ്ട് പാരായണം ചെയ്തു തീർത്ത് സമർപ്പിക്കുന്ന ചടങ്ങാണ് ഭാഗവത സപ്താഹയജ്ഞം. മുൻകാലങ്ങളിൽ 12 വർഷത്തിലൊരിക്കൽ നടത്തി വന്നിരുന്ന സപ്താഹയജ്ഞം ഇന്ന് മിക്ക ക്ഷേത്രങ്ങളിലും വർഷം തോറും നടത്താറുണ്ട്. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. സ്വാമി നിഖിലാനന്ദ സരസ്വതി ഭാഗവത പാരായണത്തിന് നേതൃത്വം നൽകുന്നു. തൃശ്ശൂര് ജ്ഞാനാനന്ദ കുടീരം ആശ്രമഠാധിപതി ശ്രീമദ് സ്വാമി നിഖിലാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് ഭാഗവത സപ്താഹ യജ്ഞം തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇക്കൊല്ലം നടത്തുന്നത്. നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും പാരായണം ശ്രമിക്കുവാനായിട്ടും അർച്ചനയിൽ പങ്കെടുക്കുവാനും അർച്ചനാവേദിയിൽ നിറപറയുടെയും അവൽപ്പറ, മലർപ്പറ തുടങ്ങിയ ഭഗവാന്റെ സർവൈശ്വര്യങ്ങൾ ലഭിക്കുവാനായി ഇവിടെ പറയിട്ട് വരുന്നത്. എല്ലാ ദിവസവും അന്നദാനം നടക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് പാരായണം കഴിഞ്ഞാൽ ഉടനെ നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഭഗവാന്റെ പ്രസാദം സ്വീകരിച്ച് ഭക്തിയോടെ മടങ്ങുന്നു. ചടങ്ങിന്റെ 2ാം ദിവസമായ വ്യാഴാഴ്ച ഗണപതി ഹോമത്തിനും വിഷ്ണു സഹസ്രനാമത്തിനും ശേഷം കപിലാവതാരം, കപിലോപദേശം, ധ്രുവചരിതം, പൃഥുചരിതം, പുരഞ്ജനോപാഖ്യാനം, ഋഷഭാവതാരം, ഭദ്രകാളി പ്രാദുർഭവം തുടങ്ങിയ കഥകളുടെ പാരായണം നടന്നു. ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ വിവിധ വഴിപാടുകൾ നടക്കും. സപ്താഹത്തിൽ പങ്കെടുക്കുന്ന വിശ്വാസികൾക്ക് അന്നദാനവും ഉണ്ടായിരിക്കും. ഓഗസ്റ്റ് 6 ചൊവ്വാഴ്ച ആരംഭിച്ച ചടങ്ങുകൾ ഓഗസ്റ്റ് 13 ചൊവ്വാഴ്ച അവസാനിക്കും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വരമാംഗല്യം ചന്ദ്രമുഖി വധുവായിനി സ്വർണമയീ ശുഭമീ ബന്ധം ധന്യരാഗം Maharani Wedding Collections, the classic bridal world.